ഷാജിയൻ കരുൺ നമുക്കറിയുന്നത് പോലെ മലയാളത്തിലെ ഏറ്റവും മികച്ച ചലച്ചിത്രകാരന്മാരിൽ ഒരാളാണ്. സംവിധായകൻ എന്നുള്ള നിലയിൽ പ്രശസ്തനാകുന്നതിന് മുമ്പ് അദ്ദേഹം അരവിന്ദൻ സിനിമകളുടെയും മറ്റ് ഒട്ടനേകം പ്രഗത്ഭരുടെ സിനിമകളുടെയും ഛായാഗ്രഹണം നിർവഹിച്ച വ്യക്തി എന്നുള്ള നിലയിലാണ് വലിയ പ്രശസ്തി നേടിയത്. പിറവി മുതൽ അദ്ദേഹം സംവിധായകൻ എന്നുള്ള നിലയിലും അംഗീകാരം നേടുകയുണ്ടായി എന്ന് നമുക്കറിയാം. പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ പ്രവർത്തനങ്ങളിൽ സജീവമായി അദ്ദേഹം പങ്കെടുത്തിരുന്നു. സംഘടനയുടെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇപ്പോൾ അദ്ദേഹത്തെ നമുക്ക് നഷ്ടമായത്. കേരള ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയിലും അദ്ദേഹം ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് പ്രവർത്തിച്ച് വരികയായിരുന്നു. വ്യത്യസ്ത നിലകളിൽ ഒരു സംവിധായകൻ എന്നുള്ള നിലയിലുള്ള സ്വീകാര്യതയും അംഗീകാരവും എന്നുള്ളതിന് പുറമെ ഛായാഗ്രാഹകൻ എന്ന നിലയിലുള്ള അവിതർക്കിതമായ പ്രാഗൽഭ്യം പരിഗണിച്ചാലും ചലച്ചിത്ര വികസന കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കൊണ്ടും അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എക്കാലവും ഓർമ്മിക്കപ്പെടും. ഇതിന് പുറമെയാണ് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ അതിന്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് അദ്ദേഹം മുന്നോട്ട് പോയത്. പൊന്നാനിയിൽ വെച്ച് നടന്ന സംഘത്തിന്റെ സമ്മേളനത്തിൽ അദ്ദേഹം അധ്യക്ഷനായുള്ള സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് അവസരമുണ്ടായി. ശ്രീ അടൂർ ഗോപാലകൃഷ്ണനെ പോലെ ലോകപ്രശസ്തനായ ഒരു ചലച്ചിത്ര പ്രതിഭയെ കൊണ്ട് പുരോഗമന കലാസാഹിത്യ സംഘത്തിന്റെ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്യിക്കുന്നതിലും ശ്രീ ഷാജിയൻ കരുണിന്റെ ഉത്സാഹവും പങ്കാളിത്തവും ഞാൻ ഓർക്കുകയാണ്. ഞങ്ങളുമല്ലാതെ സംസാരിച്ചിരുന്നു. വലിയ നഷ്ടമാണ് ഷാജിയൻ കരുണിന്റെ വേർപാട് ഇന്ത്യൻ ചലച്ചിത്ര രംഗത്തിന് തന്നെ. കുടുംബാംഗങ്ങളെല്ലാം എനിക്ക് വേണ്ടപ്പെട്ടവരാണ്. ഇന്ന് രാവിലെയും ഞാൻ എന്താണ് ശ്രീ ഷാജിയുടെ അവസ്ഥ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രിയപത്നി അനസൂയയുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുന്നുണ്ടായിരുന്നു. ഒട്ടേറെ സന്ദർഭങ്ങളിൽ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് പോകാനും പൊതുചടങ്ങുകളിൽ വെച്ച് അദ്ദേഹവുമായി എം സുകുമാരൻ ഫൗണ്ടേഷന്റെ പ്രശസ്ത കഥാകൃത്ത് നോവലിസ്റ്റായ എം സുകുമാരൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിലും ഞങ്ങൾ ഒരുമിച്ച് പങ്കാളികളാകാറുണ്ടായിരുന്നു. ഡോക്ടർ പി കെ ആർ വാര്യരും ദേവകി വാര്യരും ഷാജിയൻ കരുണിന്റെ അമ്മായി അച്ഛനും അമ്മായിയമ്മയും ആണ്. അവരുടെ മകളെ അനസൂയയാണ് ഷാജിയൻ കരുൺ വിവാഹം കഴിച്ചത്. ആ നിലയിലെല്ലാം പല തലങ്ങളിലുള്ള ഗാഢമായ ബന്ധമാണ് നെറ്റിക്കും എനിക്കും ഷാജിയൻ കരുണുമായും അവരുടെ കുടുംബവുമായിട്ടുണ്ടായി. അവരോടെല്ലാം ദുഃഖവും അനുശോചനവും അറിയിക്കുന്നു. ശരി, മേ ബി ഒരു കാര്യം ഒരുപക്ഷെ അതിലെ ഒരു തിരുത്തലായിരിക്കാം നമ്മൾ ഈ ദിവസങ്ങൾക്ക് മുൻപ് നടന്നതാണ്. വർഷങ്ങൾക്ക് മുൻപ് അദ്ദേഹത്തോടൊരു അഭിമുഖത്തിൽ ചോദിച്ചത്, അതായത് പിറവി കൊണ്ട് തന്നെ ലോക ശ്രദ്ധ നേടിയൊരു സംവിധായകൻ, പക്ഷേ അതേ നിലയിൽ അദ്ദേഹത്തിന് ഇപ്പോൾ അടൂരിനൊക്കെ കിട്ടിയതുപോലെ ഒരു അംഗീകാരം സ്വന്തം നാട്ടിൽ കിട്ടിയോ എന്നൊരു സംശയരൂപേണുള്ളൊരു ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത്, ഞാൻ അതിനെക്കുറിച്ചൊന്നും അങ്ങനെ എന്താ പറയുക ആശങ്കാകുലനല്ല. എന്നെ സ്വീകരിക്കുന്നവർ അല്ലെങ്കിൽ എന്നെ അംഗീകരിക്കുന്നവരുടെ ഇടയിൽ ഞാൻ സന്തോഷവാനാണ് എന്നാണ്. ഒരുപക്ഷെ ഈ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുൻപ് നമുക്ക് നൽകാൻ കഴിഞ്ഞതല്ലേ ഒരു വലിയ ഒരു ഭാഗ്യമെന്ന കണക്കെ, അല്ലെങ്കിൽ ഒരു ചെയ്യാതെ പോയ ഒരു കടം തീർക്കൽ കൂടിയായി മാറിയിട്ടുണ്ട് സത്യത്തിൽ 2 ദിവസം മുമ്പത്തെ ഡാനിയൽ പുരസ്കാരം അല്ലേ? അതെ, നമ്മൾ ചലച്ചിത്ര മേഖലയിലെ മികച്ച സംഭാവനയ്ക്ക് നൽകുന്ന കേരള ഗവൺമെന്റ് ഏറ്റവും ഉന്നതമായ പുരസ്കാരം അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി. അതിനു മുമ്പ് അദ്ദേഹത്തിന് ഒട്ടേറെ പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുമുണ്ട്. പുരസ്കൃതനാകുന്നതാണോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് അദ്ദേഹം പറഞ്ഞല്ലോ, എന്റെ സൃഷ്ടികൾ ഇഷ്ടപ്പെടുന്നവരെ കൊണ്ട് അത് ഞാൻ സംതൃപ്തനാണ് എന്ന് പറഞ്ഞതുപോലെ ഏതെല്ലാം തരത്തിലുള്ള അംഗീകാരങ്ങൾ വന്നു എന്നുള്ളത് നമ്മൾ വലിയൊരു വിഷയമായിട്ട് എടുക്കേണ്ടതില്ല. എല്ലാ മേഖലയിലും നമ്മൾ ചില ആളുകളെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന് ലഭിക്കേണ്ട അംഗീകാരങ്ങളൊന്നും അദ്ദേഹം ലഭിച്ചിട്ടില്ല എന്ന് പല ആളുകളെ കുറിച്ച് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ സംഗീതത്തിൽ എം ഡി രാമനാഥന് മദ്രാസ് മ്യൂസിക് അക്കാദമിയുടെ സംഗീത കലാനിധി നൽകപ്പെട്ടിട്ടില്ല. അങ്ങനെ വേണമെങ്കിൽ
കലയുമായി ബന്ധപ്പെട്ട ഒരു പേര് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അതുപോലെ പല അംഗീകാരങ്ങളും പലർക്കും നൽകപ്പെട്ടിട്ടില്ല എന്ന് പറയാം. പക്ഷേ ശ്രീ ഷാജി എൻ കരുണിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പരമോന്നതമായ ബഹുമതി അദ്ദേഹത്തിന് കിട്ടി. അതൊരു പക്ഷേ കുറച്ച് വൈകിപ്പോയി എന്ന് പറയാമായിരിക്കാം. ശരിയാണ്. എന്തായാലും അദ്ദേഹം നമ്മളെ വിട പറഞ്ഞു പോകുന്നതിന് മുമ്പ് വലിയൊരു ആദരവ് നമുക്ക് അദ്ദേഹത്തിന് നൽകാൻ കഴിഞ്ഞത് തീർച്ചയായും വലിയൊരു സിനിമാ സ്നേഹികൾ എന്ന നിലയ്ക്ക് നമുക്ക് എല്ലാവർക്കും വലിയൊരു ആശ്വാസമുള്ള കാര്യമാണ്. വളരെ നന്ദി ശ്രീ എം എ ബേബി പ്രതികരണം അറിയിച്ചു.